ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹോം ടൗണിലുള്ള ഫിഫ വേൾഡ് കപ്പിന്റെ കട്ടൗട്ട്സ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യാം. അടിപൊളിയുണ്ട്, കാണാൻ ലുക്കുണ്ട്. കട്ടൗട്ട് മാത്രമല്ല സീന്, ആ ഗ്രൗണ്ട് ഇത് ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. ഇതിന്റെ ചുറ്റും അവർ കൊടി കുത്തി വെച്ചിരിക്കുകയാണ്, അർജന്റീനയുടെ കൊടി. കാണാൻ തന്നെ അത്ര അടിപൊളിയായിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ ഫ്ലക്സ് കണ്ടില്ലേ? ഫ്ലക്സിനേക്കാളും എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയത് സംഭവമാണ്. ഗ്രൗണ്ടിന്റെ ചുറ്റും അവർ കൊടി കുത്തിയിരിക്കുന്നത്, അർജന്റീന കൊടി. അടിപൊളിയായിട്ടുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. എന്തായാലും ഈ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഫുട്ബോൾ കളിക്കുന്ന ഒരു ഫീല് വേറെ ലെവലായിട്ടുണ്ട്. അർജന്റീന ഫാൻസ് വേറെ ലെവലിൽ തന്നെ ഇക്കാര്യത്തില്. ഞാൻ ഇപ്പൊ പോണ വഴിക്കുള്ളതൊക്കെ കാണിച്ചു തരാം, ഫ്ലക്സുകൾ ഏതൊക്കെ ഉണ്ടെന്ന്. ഹൈ ഗൈസ്, നമ്മൾ വരുന്ന വഴിക്ക് പിന്നെ ഒന്ന് കണ്ടു പോർച്ചുഗലിന്റെ ടീമിന്റെ വേറെ ലെവലുണ്ട്, അടിപൊളിയുണ്ട്. പിന്നെ അതിന്റെ നേരെ ഇപ്പുറത്ത് അർജന്റീനന്റെയും, അതിന്റെ അപ്പുറത്ത് കൊടി ബ്രസീലിന്റെ ഒരു കൊടിയും കുത്തിയുണ്ട്. ഫ്ലക്സ് ഒന്നും അവിടെ വെച്ചിട്ടില്ല അത്ര. ബ്രസീലിന്, പോർച്ചുഗല്, അർജന്റീന, ഇത് രണ്ടെണ്ണം മാത്രം ഇപ്പതാ നമ്മൾ വരുന്ന വഴിക്കുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഒന്നും കൂടി ഫ്രണ്ട് പോയി നോക്കാം, അവിടെ എത്ര മീറ്റ് കാണാൻ പറ്റും നോക്കാം. ഗൈസ്, നമ്മളിപ്പോ പോണ വഴിക്ക് പിന്നെ രണ്ട് ഫ്ലക്സും കൂടി കണ്ടു, അടിപൊളിയുണ്ട്. നെയ്മറിന്റെ, പിന്നെ മെസ്സിന്റെ, അർജന്റീനന്റെ, ബ്രസീലിന്റെ വേറെ ലെവലായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. ഇത് 20 അടി ആയിരിക്കില്ലേ? ഇത് 20 അടി ആയിരിക്കില്ലേ ഗൈസ്? ഇത് 20 അടി ഉണ്ടാവും തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. ബ്രസീൽ ഫാൻസ്, അർജന്റീന ഫാൻസ്. അതില്ലേ, സൂപ്പറായിട്ട് കാഴ്ച. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ട്, അത് എല്ലാ ടീമും ഉണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. അടിപൊളിയുണ്ട്, എല്ലാ ടീമും ഉണ്ട് ഇതില്, വേറെ ലെവലായിട്ടുണ്ട്. എല്ലാ ടീമത്തും മെയിൻ ആൾക്കാരെ എല്ലാം വെച്ച് അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് മെസ്സിന്റെ ഒന്നും, ഇതും വേറെ ലെവലുണ്ട് കട്ടൗട്ട്. ഇത് മെസ്സിക്ക് മാത്രമായിട്ടുള്ളൂ, വേൾഡ് കപ്പ് കുറിച്ച് പോണ പോലെ. ഓക്കെ, നൈസായി ഇതപ്പത്. ഗൈസ്, അടുത്തൊരു ഫ്ലക്സ് ആണ്, വേറെ ലെവലായിട്ടതും. പിള്ളേരെല്ലാരും കൂടി നിന്നിട്ട് നെയ്മറും മെസ്സിയും മുകളിൽ ടോപ്പില്. ഇത് നൈസായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ചരിത്രത്തേക്ക് വീണ്ടും ഒരു യാത്ര, ഇത് നൈസായിട്ടുണ്ട് ഗൈസ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് 16 ഫ്ലക്സ് പറഞ്ഞ ഒരു ബ്രസീലിന്റെ ഫ്ലക്സ് കണ്ടു, ഇത് അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. എന്താ സംഭവം വെച്ചാൽ ടീമത്തെ എല്ലാ മെമ്പേഴ്സും ഉണ്ട്, പിന്നെ കോച്ച് അതിൽ തന്നെ കാണിച്ചോ, അതിൽ കാണിച്ചു. ഇത് എന്താ അടിപൊളിയായി തോന്നുന്നു വെച്ചാൽ കോച്ച് മുതൽ നമ്മുടെ ടീമത്തെ എല്ലാ മെമ്പേഴ്സും പിന്നെ അടിപൊളിയുണ്ട്. ഇത് കാണാൻ തന്നെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ ലെജൻഡറി പ്ലെയേഴ്സ് ആയിട്ട് വേറെ കുറെ പ്ലെയേഴ്സും ഉണ്ട്. ഇതിന്റെ ഈ സൈഡ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്, ആ ബ്രസീലിന്റെ വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. ഇത് നൈസായിട്ടുണ്ട് ഗൈസ്. പിന്നെ പോണ വഴിക്ക് ഇനിയൊരു ഫ്ലക്സ് കണ്ടു. ഇതില് മെയിനായിട്ട് നമ്മുടെ പ്ലെയേഴ്സ് ഒന്നും ഇല്ല, പക്ഷെ നമ്മുടെ ഇവിടുത്തെ പിള്ളേരുടെ ഇതാണുള്ളത്. എല്ലാ ടീമും ഉണ്ട്, ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന, ഫ്രാൻസ് എല്ലാം ഉണ്ട്. ഇത് നൈസായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. ടീം അനിക്കോട്, ഇത് നൈസായിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന അവിടെ 3 ഫ്ലക്സിന്റെ അർജന്റീനന്റെ, പിന്നെ ഒരു ബ്രസീലും പോർച്ചുഗലിന്റെ കൊടി അവിടെ മുകളിൽ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് കാണാൻ തന്നെ, ഇത് അടിപൊളിയുണ്ട്, നൈസായിട്ടുണ്ട് ഇതൊക്കെ. ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ അർജന്റീനന്റെ ചെറിയ ഫ്ലക്സ് ആണ്. എന്താ വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് വേൾഡ് കപ്പ് പോയ പ്രാവശ്യം അടിച്ചതിന്റെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൂം ചെയ്ത് കാണിച്ചു തരാം, നൈസായിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്, ഈ പിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസായിട്ടത്.
വേൾഡ് കപ്പ് എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ട് അത് മൊത്തം കാണിക്കില്ല. പിന്നെ 2026 അതിൽ റെഡ് മാർക്ക് പോലെ കാണിച്ചിട്ടുണ്ട്. 2026 വേൾഡ് കപ്പ് അടിക്കുന്നവരുണ്ട്. ഇതും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. പിന്നെതാ ബ്രസീലിന്റെ ഇനിയൊരു ഫ്ലക്സ് അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ലൊരു ഫുൾ ലെങ്ത്തിന് വേറെ ലെവലായിട്ടുണ്ട്. ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, പിന്നെ കോച്ച് ഉണ്ട്, വേറെ ലെവലായിട്ടുണ്ട് ഗൈസ്. അർജന്റീനന്റെ ഫ്ലക്സും കൊടിയും, പിന്നെ ഇവിടെ പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും കൊടിയും ഗൈസ്. പിന്നെ കണ്ടതിൽ വെച്ചൊരു അടിപൊളി ഐറ്റം പറഞ്ഞ ഇതാണ്. അടിപൊളിയായിട്ടുണ്ട്. ഒരു ടീമല്ല, 3 ടീമിന്റെയും കൂടി ഒന്ന് ഇട്ടിരിക്കുകയാണ്. പോർച്ചുഗൽ ഫാൻസ്, ബ്രസീൽ ഫാൻസ്, അർജന്റീന ഫാൻസ്, വേറെ ലെവലായിട്ടുണ്ട്. ഇത് നൈസായിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളേരാണ് ചെയ്തിരിക്കുന്നത്. ടീം ഡെവിൾസ് ആൻഡ് ക്ലബ്ബ്, വേറെ ലെവലായിട്ടുണ്ട്. ഇത് 3 ടീമും കൂടി ഗൈസ്. പിന്നെ അടുത്ത തന്നെ സുൽത്താനി ബാക്ക് പറഞ്ഞിട്ട് ബ്രസീൽ ഫാൻസ് വെച്ചിട്ടുണ്ട്. ഇത് നൈസായിട്ടുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട കട്ടൗട്ടിന്റെ അത്രയില്ല, പക്ഷെ എന്നാലും ഇത് നൈസായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ടീം മെമ്പേഴ്സ് അവിടെ ഇവിടുത്തെ പിള്ളേരാണ് തോന്നുന്നു. ആ പിള്ളേരാണ് നൈസായിട്ട് ഈ ഫ്ലെക്സും. പിന്നെ അവർ വേൾഡ് കപ്പ് അടിച്ചതിന്റെ മൊത്തം വർഷത്തിന്റെ അതും ഇത് കൊടുത്തിട്ടുണ്ട്. 5 വേൾഡ് കപ്പ് അടിച്ചതിന്റെ നൈസായിട്ട് ഇത് കാണാൻ തന്നെ. പിന്നെ ഒരു അടിപൊളി ഫ്ലെക്സ് തന്നെ ബ്രസീലിന്റെ തന്നെ, നോക്കി അടിപൊളിയുണ്ട്. പഴയ ലെജൻഡറി പ്ലെയേഴ്സും കോച്ച് മുതലുണ്ട്, പിന്നെ പ്ലെയേഴ്സ് വേറെ ലെവലുണ്ട്, വേറെ ലെവൽ. അർജന്റീന, പിന്നെ അപ്പർ സൈഡ് പോർച്ചുഗലും ബ്രസീലും. ഇത് 2 അടിപൊളിയുണ്ട്. അടുത്തത് ബ്രസീലിന്റെ ആണ്. ഇതും അതേപോലെ ഉണ്ട്, മാസമായിട്ടുണ്ട്. ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, പിന്നെ കോച്ച് നെയ്മറിന്റെ ഇത് വേറെ ലെവലുണ്ട്, അടിപൊളിയുണ്ട്. സെക്കൻഡ് വീഡിയോ സൂം ചെയ്തോ ചുമ്മാ. നമ്മുടെ ഹോം ടൗണിലത്തെ ഫ്ലക്സുകളെല്ലാം നോക്കി ഫിഫ വേൾഡ് കപ്പ് ഞാൻ പ്രതീക്ഷിച്ചത്രയില്ല. എന്താ വെച്ചാൽ പോയ പ്രാവശ്യം അടിപൊളിയായിരുന്നു, വേറെ ലെവലിൽ സെലിബ്രേഷൻ പോലെയായിരുന്നു. ഇപ്രാവശ്യം എന്താ കണ്ടീഷൻ എന്നല്ല. ഫിഫ വേൾഡ് കപ്പ് ഇനി 2-3 ദിവസം ഇനിയും ചിലപ്പോൾ ഫ്ലക്സുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്രയില്ല കാഴ്ച ഇപ്രാവശ്യം. അപ്പൊ നമുക്ക് വീഡിയോ നിങ്ങൾ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, ഏത് ടീമിനെ ഫിഫ വേൾഡ് കപ്പിന് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അവർ കമന്റ് ചെയ്തോ. ഇപ്രാവശ്യം എന്താണ് പോർച്ചുഗൽ ജയിക്കണം, കപ്പടിക്കണം എന്ന് എൻ്റെ ഒരു ഇത് ആഗ്രഹം. അപ്പൊ നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ കമന്റ് ബോക്സിൽ പറഞ്ഞോ. ഓക്കെ, നമ്മൾ വീഡിയോ എടുക്കാൻ വന്നാണ് ഫ്ലക്സിന്റെ അതൊക്കെ. അപ്പൊ നമ്മുടെ ഒരു പയ്യൻ യൂട്യൂബറാണോ ചാനൽ കാണിച്ചു തരുക പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചാനൽ നമ്മുടെ അത് അടിച്ചു കൊടുക്കാൻ വേണ്ടത്. കിരൺ ഫ്രം കേരള ട്ടാ, യൂട്യൂബിൽ അടിച്ചു നോക്കിയോ. ബ്രോ നീ ഏത് ടീമാണ്? പോർച്ചുഗലാ. ഞാൻ സൂപ്പർ. ഇപ്രാവശ്യം എന്താണ് റൊണാൾഡോ കപ്പടിക്കില്ലേ? കിരൺ ഫ്രം കേരള ട്ടാ. വേറെ ഉണ്ടോ? ഏത് ടീമിന്റെ? ഓ ഇതാട്ടാ പേജ്. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോ. ഓക്കെ, താങ്ക് യു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തതിന്. ശരി.